വെൽക്കം ടു മൈ ചാനൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതക്ഷരമാണ് പഠിച്ചത്? റായ് എന്ന അക്ഷരമല്ലേ? റായ് എന്നൊരു പുതിയ ഫ്രണ്ടിനെ നമുക്ക് കിട്ടിയില്ലേ? അപ്പം നമുക്കിന്ന് പുതിയ ക്ലാസ്സിൽ പുതിയൊരക്ഷരം വേണ്ടേ പഠിക്കാൻ? പുതിയൊരു ഫ്രണ്ടിനെ കണ്ടെത്തണം. അപ്പം നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതാ നോക്കിയോ, ഇതാ ഇവിടെ 2 റായുണ്ട് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച 2 റായ് എന്ന അക്ഷരം എന്താ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഈ റായ് 2 ഫ്രണ്ട്സാണ് കേട്ടോ. ഇവർ രണ്ടാളും തിക്ക് ഫ്രണ്ട്സാണേ. നിങ്ങൾക്കൊക്കെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ലേ? എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ബെസ്റ്റ് ഫ്രണ്ട്സും ഉണ്ട്, നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട്സും ഉണ്ട് അല്ലേ? ബെസ്റ്റ് ഫ്രണ്ട്സിനെ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? അവരുടെ കൂടെ കളിക്കാനും ചിരിക്കാനും ഒക്കെ. അതുപോലെ 2 തിക്ക് ഫ്രണ്ട്സ് ആയിരുന്നു ഇവർ രണ്ടാളും. ഇവർ രണ്ടാളും ഒരിക്കലും പിണങ്ങാറില്ലേ? പക്ഷെ ഒരു ദിവസം ഇവർ രണ്ടാളും പിണങ്ങി. എന്തോ ഒരു കാര്യം ഉണ്ടായിട്ട് പിണങ്ങി. ഇവർ രണ്ടാളും പിണങ്ങിതാ നിൽക്കുക. അവർ പിണങ്ങി കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര വിഷമം. അവരങ്ങനെ പിണങ്ങാറില്ലല്ലോ. അപ്പോൾ അവർ തമ്മിൽ കൂട്ടുകൂടണമെന്ന് അവർക്ക് തോന്നി. അങ്ങനെ അവർ ഒരു പാർക്കിൽ ചെന്നു. പാർക്കിൽ ചെന്നിട്ട് കൂട്ടുകൂടണമെങ്കിൽ കുറച്ച് പ്രയാസമല്ലേ? നമ്മൾ ഫ്രണ്ട്സുകൾ തമ്മിൽ പിണങ്ങി കഴിയുമ്പോൾ തമ്മിൽ മിണ്ടാൻ നമുക്ക് ഭയങ്കര നാണക്കേടല്ലേ? ആരാദ്യം മിണ്ടുക എന്ന് അല്ലേ? അപ്പോൾ ഏതായാലും അവർ ഒരു പാർക്കിൽ പോയി കളിക്കാൻ. അവർ കളിക്കാൻ പോയിട്ട് ഒരു ബെഞ്ചിൽ, അവിടെ ഈ പാർക്കിൽ കുറേ ബെഞ്ചുകളൊക്കെ ഉണ്ടാവില്ലേ ഇരിക്കാനായിട്ട്, കുറേ സ്ഥലങ്ങൾ, അവിടെ പോയി ഇരുന്നു. അവരെങ്ങനെയാണ് ഇരുന്നേ നമുക്ക് നോക്കാമേ. അവർ അടുത്തടുത്ത് വന്നിരുന്നിട്ടേ ഉള്ളൂ, പക്ഷെ തൊട്ടിട്ടൊന്നുമില്ല. അങ്ങനെ അവരടുത്തടുത്ത് വന്നിരുന്നു. അപ്പോൾ ആരെങ്കിലും തമ്മിൽ കൈ പിടിക്കുകയൊക്കെ ചെയ്യണ്ടേ, എന്നാലല്ലേ മിണ്ടത്തുള്ളൂ. അപ്പോൾ ഈറ വിചാരിച്ചു ഇവനോട് എങ്ങനെയും മിണ്ടണ്ടേ. അപ്പോൾ ഈറ ഇവൻ്റെ കൈയിലോട്ട് ഇവൻ്റെ കൈ ഇട്ടു. അപ്പോൾ ഇവനും പിണക്കം മാറി, ഇവനും ഇവൻ്റെ കൈ ഇങ്ങോട്ട് ഇട്ടു. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാ നോക്കിയോ, ഇവൻ്റെ കൈ ഇങ്ങോട്ട്, ഇവൻ്റെ കൈ ഇങ്ങോട്ട്. ശരിയല്ലേ? 2 പേരുടെയും കൈകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടില്ലേ? പക്ഷേ ഹാൻഡ്സുകൾ തമ്മിൽ ചേർത്തിട്ടില്ല. ദാ ഈ ഹാൻഡ്സുകൾ തമ്മിൽ ചേർത്തിട്ടില്ല. 2 കൈകൾ തമ്മിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഹാൻഡ്സുകളൂടെ ചേർക്കണ്ടേ, എന്നാലല്ലേ ഫ്രണ്ട്സ് ആവത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇവരുടെ ഹാൻഡ്സുകളൊന്ന് ചേർത്ത് നോക്കാം. അവരുടെ ഹാൻഡ്സുകൾ തമ്മിൽ ചേർത്തപ്പോൾ ദാ ഇങ്ങനെ കിട്ടി. അവരുടെ കൈകൾ തമ്മിൽ ചേർത്തു, ഹാൻഡ്സും ചേർത്തു. അപ്പോൾ നമുക്ക് പുതിയൊരു ഫ്രണ്ടിനെ കിട്ടി അല്ലേ? അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയ ഫ്രണ്ടിൻ്റെ പേരെന്താ? താ എന്നൊരു ഫ്രണ്ടിനെ നമുക്ക് കിട്ടിയില്ലേ? അപ്പോൾ പുതിയൊരു മലയാള അക്ഷരം, ഏതക്ഷരം നമ്മൾ പഠിച്ചത്? താ എന്ന അക്ഷരം പഠിച്ചു അല്ലേ? അപ്പോൾ പുതിയൊരു ഫ്രണ്ടിനെ നമുക്ക് കിട്ടി. ആ ഫ്രണ്ടിൻ്റെ പേരാണ് താ. റായും ഫ്രണ്ട്സായിരുന്നു. അവർ കൂട്ടുകൂടി, അവർ കൈകൾ ചേർത്തു, ഹാൻഡ്സുകൾ തമ്മിൽ ചേർത്തപ്പോൾ നമുക്ക് പുതിയൊരു ഫ്രണ്ടിനെ കിട്ടിയില്ലേ? ഇനി ഈ ഫ്രണ്ടിനെ നമുക്കൊന്ന് എഴുതാൻ പഠിക്കാം. എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. ആക്ടിവിറ്റി ചെയ്യാൻ ഇഷ്ടമല്ലേ നിങ്ങൾക്കൊക്കെ? അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അതിന് ആദ്യം എഴുതാൻ പഠിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി ഞാൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് എഴുതി നോക്കാം. ആരൊക്കെയുണ്ട് എൻ്റെ കൂടെ എഴുതാൻ? ഫസ്റ്റ് എഴുതുന്ന ആളായിരിക്കും ഗെയിമിലേക്ക് ഫസ്റ്റ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഡബിൾ ലൈനിൽ നമുക്ക് എഴുതാം. നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഡബിൾ ലൈൻ ഇട്ടിട്ടുണ്ട്. എൻ്റെ കൂടെ ഫാസ്റ്റായിട്ട് നിങ്ങൾ ബുക്കിൽ എഴുതണേ. ആ എഴുതുന്ന ആൾക്ക് ഫസ്റ്റായിട്ട് നമ്മൾ എഴുതുന്നതിൽ വിൻ ചെയ്യുന്നതായിട്ട് പറയും. ഓക്കെ, അപ്പോൾ ആരാ എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തോ. എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കിയോ. നിങ്ങൾ എൻ്റെ കൂടെ എഴുതിക്കോ. ആദ്യം നിങ്ങൾ ഒരു റാ വരച്ചോ. റാ വരയ്ക്കാൻ നിങ്ങൾക്കൊക്കെ അറിയാലോ, നിങ്ങൾ പഠിച്ചതല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. ആദ്യം റാ വരച്ചു. ആദ്യം റാ എങ്ങനെ വരയ്ക്കുന്നതെന്ന് നോക്കിയോ. ഇതാ നമ്മൾ റാ വരച്ചു. നിർത്തരുതേ, ടീച്ചർ ആദ്യം ഒന്ന് നിർത്തിപ്പോയി, സോറി. നിർത്താൻ പാടില്ല. നിർത്താതെ ഇത് അകത്തേക്ക് കയറ്റി പുറത്തേക്ക് ഇറക്കണം. അപ്പോഴല്ലേ നമ്മുടെ ഈ ഫ്രണ്ടിനെ കിട്ടിയത് അല്ലേ? ഈ ഫ്രണ്ട് ഇങ്ങനെ തന്നെയല്ലേ ഇരിക്കുന്നേ? ഈ ഫ്രണ്ടിനെ നമുക്ക് എഴുതാൻ പഠിക്കുക. ഇവിടെ ഈ തായെന്ന ഫ്രണ്ടിനെ നമ്മളിവിടെ എഴുതാൻ പഠിക്കുക. അപ്പോൾ നമുക്കൊന്നും കൂടെ എഴുതി നോക്കാം. നോക്കൂ, ആദ്യം നമ്മളൊരു റാ ഇട്ടു,
അത് നിർത്താതെ അകത്തേക്ക് കയറ്റി പുറത്തേക്ക് മറ്റൊരു റാ. ഈസി അല്ലേ? ആരാ എൻ്റെ കൂടെ വേഗം എഴുതിയ ആള്? ഇനി നമ്മൾ അടുത്തത് എഴുതാൻ പോവാണേ. ഇനി 2 എണ്ണം കൂടെ ഉള്ളൂ. അത് വിൻ ചെയ്യുന്ന ആളായിരിക്കും എഴുതുന്നതിൽ ഫസ്റ്റ് അടിക്കുന്നത്. അപ്പം നോക്കിയോ, ആദ്യം വേഗം ഒരു റാ എഴുതിക്കോ. നിർത്താതെ അകത്തേക്ക് കയറ്റി പുറത്തേക്ക് മറ്റൊരു റാ. ആദ്യം നമ്മളൊരു റാ നേരത്തെ എഴുതി വെച്ചു. പിന്നെ അകത്തേക്ക് കയറ്റി മറ്റൊരു റായും കൂടെ എഴുതിയാൽ മതി. ഈസി അല്ലേ? വളരെ ഈസി അല്ലേ? ആദ്യം നമ്മൾ ഒരു റാ എഴുതുന്നു. എന്നിട്ട് നിർത്താതെ, പെൻസിൽ എടുക്കരുത്, പെൻസിൽ എടുക്കാതെ അകത്തേക്ക് കയറ്റി പുറത്തേക്ക് മറ്റൊരു റാ. എഴുതിയാ? എങ്ങനെയുണ്ട്? സൂപ്പറായോ എഴുതിയത്? ആരാ എൻ്റെ കൂടെ ആദ്യം എഴുതിയത്? കാവ്യാണോ? കാവ്യക്കാണോ ഫസ്റ്റ് കിട്ടിയത്? ഗുഡ് ഗേൾ. ഓക്കെ, എല്ലാവരും കാവ്യക്കൊരു ക്ലാപ്പ് കൊടുത്തേ. ഗുഡ് ഗേൾ. അപ്പോൾ കാവ്യാണ് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ലെറ്റർ എഴുതി ഫസ്റ്റ് വാങ്ങിച്ചത്. ആരും വിഷമിക്കണ്ട. ലെറ്റർ എഴുതി ഫസ്റ്റ് വാങ്ങിച്ചെങ്കിൽ നമുക്ക് വേറൊരു ആക്ടിവിറ്റി ചെയ്ത് ഫസ്റ്റ് മേടിക്കാം. ആരാണ് വിൻ ചെയ്തത് ഞാൻ നോക്കട്ടെ. ആ ആളായിരിക്കും ഈ ക്ലാസ്സിൽ നിന്ന് ഗെയിം വിൻ ചെയ്ത ആൾ. ഈ ക്ലാസ്സിൽ വിൻ ചെയ്ത ആൾ, ആ ആളായിരിക്കും ഇന്ന് ക്ലാസ്സിൽ വിൻ ചെയ്തതായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ എല്ലാവരും റെഡി ആയിക്കോ. നമ്മളിപ്പോൾ ഇന്ന് ഏത് ഫ്രണ്ടിനെയാണ് കണ്ടുപിടിച്ചത്? താ എന്ന ഫ്രണ്ടിനെ കണ്ടുപിടിച്ചു. താ എന്ന ഫ്രണ്ടിനെ നമ്മൾ എഴുതാനും പഠിച്ചു അല്ലേ? എങ്ങനെയാണ് എഴുതാൻ പഠിച്ചത്? ആദ്യം റാ എന്നെഴുതി നിർത്താതെ അകത്തേക്ക് കയറ്റി പുറത്തേക്ക് മറ്റൊരു റാ. ആദ്യം റാ എന്നെഴുതി നിർത്താതെ പെൻസിൽ എടുക്കാതെ അകത്തോട്ട് കയറ്റി പുറത്തേക്ക് മറ്റൊരു റാ. ഈസി അല്ലേ? അപ്പോൾ നമുക്കിനി വേറൊരു ആക്ടിവിറ്റി ചെയ്യാം. ഇതാണ് ആക്ടിവിറ്റി. ഇതെന്താണ്? നിങ്ങൾക്ക് മനസ്സിലായോ ഇതെന്താന്ന്? എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ പറയുന്ന സമയത്ത് മാത്രമേ എഴുതാവുള്ളൂ. അങ്ങനെ എഴുതി ഫിനിഷ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുക. ഓക്കെ? അപ്പോൾ ഞാൻ എന്താണ് ആദ്യം പറയണതെന്ന് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നോക്കിയോ, ഇവിടെ കുറേ തായെന്ന അക്ഷരമല്ലേ നമ്മളിന്ന് പഠിച്ചേ? കുറേ തായെന്ന അക്ഷരം ടീച്ചർ ഡോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് നമുക്കൊന്ന് എഴുതാം. അതാണോ ഇവിടുത്തെ ഗെയിം? അല്ല, ഇത് താ എന്ന അക്ഷരം കൊണ്ടുള്ള ഒരു മരമാണ്. വൃക്ഷം കണ്ടിട്ടില്ലേ നിങ്ങൾ? വലിയ മരം കണ്ടിട്ടില്ലേ? അതാണ് നമ്മളിവിടെ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം അതിന് നമ്മൾ ഈ തായൊക്കെ ഫില്ല് ചെയ്യണം. അപ്പം നിങ്ങൾ എൻ്റെ കൂടെ ബുക്കിൽ എഴുതുക. ഓക്കെ? എത്ര തായ് ഇവിടെ എഴുതുന്നോ അത്രയും തായ് എഴുതുക. എന്നിട്ട് നിങ്ങൾ ഒരു മരം ആക്കി മാറ്റിയാൽ മതി. ആദ്യം നിങ്ങൾ ഫസ്റ്റിലെ ഞാനിവിടെ എത്ര തായ് എഴുതുന്നുണ്ടോ അത്രയും തായ് എഴുതുക. മരമൊന്നും ആക്കണ്ട, അത് പിന്നെ ചെയ്താൽ മതി. ആദ്യം നിങ്ങൾ ഞാനിവിടെ എത്ര എണ്ണം എഴുതുന്നുണ്ടോ അത്രയും എണ്ണം എൻ്റെ കൂടെ എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് മരം വരയ്ക്കാം. ഇപ്പം നമുക്ക് ഈ മരം ഫില്ല് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ മരം ഫില്ല് ചെയ്യാം. ആദ്യത്തെ താ ഫില്ല് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും നോട്ട്ബുക്കിൽ ആദ്യത്തെ ഫസ്റ്റ് താ എഴുതിക്കാം. ഇതുപോലെ വേണ്ട, നിങ്ങൾ എങ്ങനെയെങ്കിലും എഴുതിയാൽ മതി. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് താഴോട്ടോ നേരെ ആയാലും എഴുതിയാൽ മതി. ഇത്രയും താ നിങ്ങൾ ഫിനിഷ് ചെയ്യണം. ആദ്യം ഫിനിഷ് ചെയ്യുന്ന ആളായിരിക്കും ഈ ഗെയിം വിൻ ചെയ്യുക. അതിനുശേഷം നമുക്ക് മരം വരയ്ക്കാം. ഓക്കെ? അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പം ഞാൻ താ യോജിപ്പിക്കാൻ പോവാണേ. ഈ ഡോട്ടിൽ നിന്ന് ആദ്യം നമ്മളൊരു റാ, ഡോട്ടുകളെ യോജിപ്പിച്ച് റാ എഴുതി. പിന്നെ നിർത്താതെ അകത്തേക്ക് കയറ്റി പുറത്തേക്ക് മറ്റൊരു റാ. ആ അക്ഷരത്തിൻ്റെ പേരെന്താ? ആ അക്ഷരത്തിൻ്റെ പേരാണ് താ. അപ്പം നമ്മൾ ഒന്നാമത്തത് എഴുതി. ആരാ എൻ്റെ കൂടെ ഒന്നാമത്തെ എഴുതിയത്? പേര് പറയണ്ട, ഹൈഡ് ചെയ്ത് വെച്ചോ, നമുക്ക് പിന്നെ ലാസ്റ്റ് പറയാം. അപ്പം നമുക്ക് സെക്കൻഡ് വൺ എഴുതാം. ഇനി സെക്കൻഡ് വൺ നിങ്ങൾ എഴുതിക്കോ. ആദ്യം നിങ്ങളൊരു റാ എഴുതുക.
എഴുതിയോ? എന്നിട്ട് നിർത്താതെ അകത്തേക്ക് കയറ്റി പുറത്തേക്ക് മറ്റൊരു റാ. അപ്പം നമുക്ക് താഴെ എന്നൊരക്ഷരം കിട്ടും. സെക്കൻഡ് വണ്ണും പൂർത്തിയാക്കിയല്ലോ. ഇനി നമുക്ക് തേർഡ് വൺ സ്റ്റാർട്ട് ചെയ്യാം. ദേ ആദ്യം ഒരു റാ, പിന്നെ അകത്തേക്ക് കയറ്റി പുറത്തേക്ക് മറ്റൊരു റാ. 3 എഴുതിയോ? ഇനി 4-മത്തത് എഴുതാൻ പോവാ. ആദ്യം ഒരു റാ, അത് നിർത്താതെ അകത്തേക്ക് കയറ്റി പുറത്തേക്ക് മറ്റൊരു റാ. അപ്പം നമുക്ക് താഴെ എന്നൊരക്ഷരം കിട്ടും. ഇപ്പം എത്ര എണ്ണം നിങ്ങൾ എഴുതി? 1 2 3 4 4 എഴുതിയോ? ഇനി നമുക്ക് വേറൊരെണ്ണം എഴുതാം. ഇത് നോക്കിയോ. ആദ്യം റാ എഴുതി നിർത്താതെ അകത്തേക്ക് കയറ്റി പുറത്തേക്ക് മറ്റൊരു റാ. നിങ്ങൾ എഴുതിയല്ലോ. ഇനി നമുക്ക് അടുത്തയിലേക്ക് പോവാം. ആരാ സ്പീഡിൽ ചെയ്യുന്നത്? എല്ലാവരും സ്പീഡിലല്ലേ ചെയ്യുന്നേ? അതേ നോക്കിയോ. ആദ്യം ഒരു റാ, നിർത്താതെ അകത്തേക്ക് പോയി പുറത്തേക്ക് മറ്റൊരു റാ. കിട്ടിയോ? ഇനി ഒന്നും കൂടെ ചെയ്യാം. ആദ്യം ഒരു റാ, പിന്നെ നിർത്താതെ അകത്തേക്ക് പോയി പുറത്തേക്ക് മറ്റൊരു റാ. താഴെ എന്ന അക്ഷരം കിട്ടി. ഇനി ഒന്നും കൂടെ. ആദ്യം ഒരു റാ, നിർത്താതെ അകത്തേക്ക് പോയി പുറത്തേക്ക് മറ്റൊരു റാ. എഴുതിയോ? ഇനി ഒരെണ്ണം കൂടെ ഉള്ളു ഫിനിഷ് ചെയ്യാൻ. ഫാസ്റ്റ് ആക്കിക്കോ. ആദ്യം ഒരു റാ, നിർത്താതെ അകത്തേക്ക് പോയി പുറത്തേക്ക് മറ്റൊരു റാ. ഞാൻ ഫിനിഷാക്കി. ഇനി നമുക്ക് ഈ മരം പൂർത്തിയാക്കണം. ആരാ എൻ്റെ കൂടെ ഫിനിഷ് ചെയ്തത്? അപ്പോൾ ഞാൻ ഈ മരം പൂർത്തിയാക്കട്ടെ. ഈ മരം ഞാൻ പൂർത്തിയാക്കി കഴിയുമ്പോൾ ആരാ എൻ്റെ കൂടെ താ എഴുതിയെന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ കൈ റേസ് ചെയ്യണം കേട്ടോ. ഇത് നോക്കിയോ. നമുക്ക് ഈ മരം പൂർത്തിയാക്കാം. ഇപ്പം നിങ്ങൾക്ക് ഒരു താ കൊണ്ടൊരു മരം കിട്ടിയോ? താ കൊണ്ട് നമുക്കൊരു മരം കിട്ടിയില്ലേ? കിട്ടിയോ? ആർക്കൊക്കെ കിട്ടി? മരമല്ല, മരം ഞാൻ വരയ്ക്കാൻ പറഞ്ഞിട്ടില്ല. മരം ഞാൻ വരയ്ക്കാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് താ എന്ന അക്ഷരം എഴുതാനല്ലേ. എത്ര തായ് നമ്മളിവിടെ എഴുതി? 1 2 3 4 5 6 7 8 9. 9 9 താ. 9 താഴെ എഴുതിയ കുട്ടികൾ ആരൊക്കെയാ? ഗുഡ് ബോയ്, ഗുഡ് ഗേൾ, ഗുഡ് 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 ഗുഡ്, വെരി ഗുഡ്, വെരി 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 ഗുഡ്. എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുത്തേ. വെരി 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 ഗുഡ്, വെരി ഗുഡ് ബോയ്സ് ആൻഡ് ഗുഡ് ഗേൾസ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ ഇതുപോലെ താ എന്ന അക്ഷരം കൊണ്ട് ഒരു മരം ഉണ്ടാക്കണം. എന്നിട്ടത് സൂക്ഷിച്ച് വെക്കണം. കഴിഞ്ഞ ക്ലാസ്സിലെ കൊട പോലെ ഇതും സൂക്ഷിച്ച് വെക്കണം. എല്ലാവരും ചെയ്യുമല്ലോ? ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇത് പഠിച്ചില്ലേ? ഒരു റാ എഴുതി നിർത്താതെ അകത്തേക്ക് കയറ്റി പുറത്തേക്ക് മറ്റൊരു റാ. ആ അക്ഷരമാണ് ത. മനസ്സിലായല്ലോ? അപ്പോൾ എല്ലാവരും മരമൊക്കെ വരച്ചു കഴിഞ്ഞില്ലേ? അപ്പോൾ ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കിയാലോ? ഇതെന്താ നിങ്ങൾ കാണുന്നുണ്ടോ? ഇതെന്താ? ഇതൊന്ന് നമ്മൾ പഠിച്ച താ എന്ന അക്ഷരമല്ലേ? ഇതേ നോക്കിയേ അല്ലേ? എങ്ങനെ എഴുതുന്നേ? ഒരു റാ എഴുതി നിർത്താതെ അകത്തേക്ക് പോയി മറ്റൊരു റാ അല്ലേ? ആ അക്ഷരമാണ് ത. പിന്നെ ഇതെന്താ? റാ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് റാ അല്ലേ? ഇത് തായും ഇത് റായും. ഈ തായും ഈ റായും കൂടെ ചേരുമ്പോൾ
നമുക്ക് പുതിയൊരു വാക്ക് കിട്ടുമല്ലോ. ഏത് വാക്കാണ് കിട്ടുന്നത്? തായും റായും ചേർത്ത് തറ. ഏത് വാക്കാ? തായും റായും ചേർത്ത് തറ. തായും റായും ചേർത്ത് തറ. നമ്മൾ നടന്നു പോകുന്ന ഫ്ലോർ ഇല്ലേ, അതിന് മലയാളത്തിൽ പറയുന്ന വാക്കാണ് തറ. അപ്പം നമ്മളിന്നൊരു വാക്കും കൂടെ പഠിച്ചില്ലേ? തായും റായും ചേർന്ന് വരുമ്പോൾ തറ. ഈസി അല്ലേ? നമ്മൾ തായും എഴുതാൻ പഠിച്ചു, റായും എഴുതാൻ പഠിച്ചു. അപ്പോൾ തറ എന്നൊരു വാക്കും പഠിച്ചു. അപ്പം നിങ്ങളിന്നൊരു വാക്ക് പഠിച്ചു അല്ലേ? അപ്പോൾ പേരൻസിനോട് പറയണം, ഞങ്ങൾ റായും പഠിച്ചു, തായും പഠിച്ചു. തായും റായും ചേർത്ത് തറ എന്നൊരു വാക്കും പഠിച്ചു. ഈസി അല്ലേ? താ എഴുതാൻ ഈസി അല്ലേ? ദാ ഒരു റാ എഴുതുന്നു, നിർത്താതെ അകത്തേക്ക് കയറ്റി പുറത്തേക്ക് മറ്റൊരു റാ, അതാണ് താ. ദാ ഇത് ഒരു റാ, എഴുതാൻ എളുപ്പമല്ലേ? അപ്പോൾ ഇതും കൂടെ നമുക്കൊന്ന് എഴുതി നോക്കാം. എൻ്റെ കൂടെ എഴുതുമോ? ഓക്കെ. തായും റായും ചേർന്ന് തറ എന്ന് പഠിച്ചില്ലേ? അപ്പം നമുക്ക് ആ വാക്കൊന്ന് എഴുതി നോക്കാം. നോക്കിക്കോ. ആദ്യം നമ്മൾ ഏതക്ഷരം എഴുതണം? ത. തറയില്ലേ നമ്മൾ പഠിച്ചേ? അപ്പോൾ ആദ്യ അക്ഷരം എഴുതേണ്ടത് ഏതാ? ത. ആദ്യം ഒരു റാ, എന്നിട്ട് നിർത്താതെ അകത്തേക്ക് കയറ്റി പുറത്തേക്ക് മറ്റൊരു റാ. അപ്പോൾ നമുക്ക് ത കിട്ടും. പിന്നെ അതിനോട് ചേർന്ന് റായും കൂടെ എഴുതുക. റാ നമുക്ക് എഴുതാൻ അറിയാമല്ലോ. പിന്നെ ഒന്നും കൂടെ എഴുതി കാണിക്കട്ടെ. ആദ്യം ഒരു റാ, നിർത്താതെ അകത്തേക്ക് കയറ്റി പുറത്തേക്ക് മറ്റൊരു റാ. ആ അക്ഷരമാണ് ത. ഇനി അടുത്ത് തന്നെ റാ. അപ്പം നമ്മൾ തറ എന്നുള്ള വാക്ക് പഠിച്ചില്ലേ? തായും റായും ചേർന്ന് തറ. തായ എങ്ങനെ എഴുതുന്നേ? ഒരു റാ എഴുതി നിർത്താതെ മുകളിലേക്ക് പോയി, അതേ ലൈനിൽ കൂടെ അല്ല, ഓർത്തോണം, ഈ ലൈനിൽ കൂടെ അല്ല, അകത്തേക്ക് കയറി പുറത്തേക്ക് മറ്റൊരു റാ. ആദ്യം ഒരു റാ അകത്തേക്ക് കയറ്റണം. ഈ ലൈനിൽ കൂടെയല്ല, അകത്തേക്ക് കയറ്റി പുറത്തേക്ക് മറ്റൊരു റാ. അപ്പം നമ്മൾ തറ എന്നൊരു വാക്ക് പഠിച്ചില്ലേ? ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ? അപ്പം നമ്മളിന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? താ എന്നൊരക്ഷരം പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ റാ എന്നൊരക്ഷരം പഠിച്ചു. പിന്നെ താ ചേർത്ത് ഒരു മരം വരച്ചു ഇല്ലേ? പിന്നെ തായും റായും ചേർത്ത് തറ എന്നൊരു വാക്ക് പഠിച്ചില്ലേ? നിങ്ങൾ തന്നെ എഴുതിയില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പുതിയ ക്ലാസ്സിൽ ഇനി പുതിയ ഗെയിംസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ താ ചേർത്ത് ഒരു മരം ഉണ്ടാക്കണം. ഇതുപോലെ മുകളിലൊരു താ, ഇതുപോലെ ഈ സൈഡിലും ഈ സൈഡിലും ഓരോ താ, സെൻറ്ററിൽ 3 എണ്ണം, താഴെ 3 എണ്ണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്ത് ഒരു മരം ഉണ്ടാക്കണം. എന്നിട്ടത് സൂക്ഷിച്ച് വെക്കണം കേട്ടോ. കുട സൂക്ഷിച്ച് വെച്ചതുപോലെ. എല്ലാവർക്കും ഇഷ്ടമായി ഇന്നത്തെ ക്ലാസ്? എൻജോയ് ചെയ്തോ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു അക്ഷരവുമായിട്ട് പുതിയൊരു ഫ്രണ്ടിനെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ അതുവരെ ബൈ. പേരൻസിനോടാണ് പറയാനുള്ളത്, നമ്മളിവിടെ ചെയ്തിരിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും കുട്ടികൾക്ക് ഇഷ്ടമാവുന്ന രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ്. അതവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്, അക്ഷരങ്ങളെ മനസ്സിലാക്കാനും വാക്കുകളെ മനസ്സിലാക്കാനും. അപ്പോൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യിക്കുന്ന അക്ഷരങ്ങളും അത് ചേർത്തുള്ള വാക്കുകളും എല്ലാം കണക്ട് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ അക്ഷരങ്ങളോ വാക്കുകളോ ഒക്കെ എഴുതിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, കഥകളായാലും ഇപ്പോൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ആയാലും ഒക്കെ ചോദിക്കുക. അപ്പോൾ അവരത് ഇങ്ങോട്ട് പറഞ്ഞ് അവർ തന്നെ ചെയ്തോളും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയ അക്ഷരവുമായിട്ട് കാണാം. അതുവരെ ബൈ. എല്ലാവരും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.